വൺ ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈ വേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. നിലമ്പൂർ നഗരസഭയിൽ കരട് വാർഷിക പദ്ധതി രൂപീകരണത്തെ ചൊല്ലി വിവാദം കനക്കുന്നു. കൃത്യമായ ചട്ടം പാലിക്കാതെയാണ് പദ്ധതി രൂപീകരണം നടത്തിയതെന്നാരോപിച്ച് പ്രതിപക്ഷ കൗൺസിലർമാരും CPM-ഉം രംഗത്ത്. പദ്ധതി രൂപീകരണത്തിൽ വീഴ്ച ചൂണ്ടിക്കാട്ടി നേതാക്കൾ നഗരസഭാ സെക്രട്ടറിയെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിച്ചു. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്. ഭവന, കാർഷിക, ആരോഗ്യ മേഖലകൾക്കും ശുചിത്വത്തിനും മുൻഗണന നൽകി തിരുവാലി ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചു. 28 കോടിയിലധികം രൂപ മിച്ചം പ്രതീക്ഷിക്കുന്ന വികസന രേഖയാണ് പഞ്ചായത്ത് ഭരണസമിതി അവതരിപ്പിച്ചത്. ഇസ്രായേൽ അമേരിക്കൻ സഖ്യത്തിന്റെ യുദ്ധവെറിക്കെതിരെയും ലോക സമാധാനം പുലരണമെന്നും ആവശ്യപ്പെട്ട് വണ്ടൂരിൽ പ്രതിഷേധം. യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. കേരള പ്രവാസി സംഘം വണ്ടൂർ ഏരിയ കമ്മിറ്റിയും യുദ്ധഭീകരതയ്ക്കെതിരെ പ്രതിഷേധ റാലി നടത്തി. വിശദമായ വാർത്തകളിലേക്കാണ് പ്രേക്ഷകരെ. കരട് പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലമ്പൂർ നഗരസഭയിൽ വിവാദം ഇപ്പോൾ കനക്കുകയാണ്. കഴിഞ്ഞ 3-ന് ചേർന്ന കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാർ വിയോജനം രേഖപ്പെടുത്തിയതിന് പുറമെ ഇപ്പോൾ CPM-ഉം ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. കരട് പദ്ധതി രൂപീകരണത്തിൽ ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്നാരോപിച്ച് CPM നേതാക്കൾ ഇന്ന് നഗരസഭാ സെക്രട്ടറിയെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിച്ചു. ജില്ലാ ആസൂത്രണ സമിതിയിൽ സമർപ്പിച്ച് അംഗീകാരം വാങ്ങുന്നതിനായി അവതരിപ്പിച്ച കരട് പദ്ധതിയിൽ പ്രതിപക്ഷ വാർഡുകളെ തഴഞ്ഞുവെന്ന് ആരോപിച്ചാണ് 3-ാം തീയതി ചേർന്ന കൗൺസിലിൽ പ്രതിപക്ഷം വിയോജനം രേഖപ്പെടുത്തിയത്. ഇതിന്റെ തുടർച്ചയായി ഇന്ന് ചേർന്ന കൗൺസിൽ പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയും ചെയ്തു. യോഗം ചേരുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക അറിയിപ്പ് നൽകാത്തതിനാലാണ് പങ്കെടുക്കാതിരുന്നതെന്ന് പ്രതിപക്ഷാംഗം PM ബഷീർ പറഞ്ഞു. അതേസമയം വാർഷിക പദ്ധതി രൂപീകരണത്തിൽ അപാകത ചൂണ്ടിക്കാട്ടി CPM ലോക്കൽ കമ്മിറ്റി നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. പട്ടികവർഗ വിഭാഗങ്ങളുടെ പദ്ധതി അംഗീകരിക്കുന്നതിനായി ഊരുകൂട്ടങ്ങൾ ചേർന്നിട്ടില്ലെന്നും സ്റ്റേറ്റ് ഹോൾഡേഴ്സ് യോഗം നടത്തിയിട്ടില്ലെന്നും CPM ആരോപിക്കുന്നു. 2026-27 പദ്ധതി രേഖ തയ്യാറാക്കിയപ്പോൾ ഗ്രാമസഭകളിൽ ഭൂരിപക്ഷമില്ലാതെയും അതേമാതിരി പട്ടികവർഗ വിഭാഗങ്ങളുടെ പദ്ധതി തയ്യാറാക്കിയപ്പോൾ അവരുടെ ഊരുകൂട്ടം ചേരാതെയുമാണ് പദ്ധതി രേഖകൾ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് നിലമ്പൂരിലെ അവരുടെ യോഗങ്ങളിൽ കൗൺസിലർമാർ നിരന്തരമായി ആവശ്യപ്പെട്ടതായിരുന്നു. പക്ഷേ ചട്ടവിരുദ്ധമായ പ്രവർത്തനത്തിന് സെക്രട്ടറി അടക്കം കൂട്ടുനിന്നുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് എന്നാണ് CPM-ന് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറിയെ വന്ന് കണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും സെക്രട്ടറിക്ക് അതിന് പറ്റുന്ന മെമ്മറാണ്ടം കൊടുക്കാനുമാണ് CPIM ഇന്ന് ഇതിൻ്റെ സെക്രട്ടറിയെ നേരിട്ട് കാണാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. അദ്ദേഹം തീരുമാനം അംഗീകരിച്ചിട്ടുണ്ട്. ചട്ടവിരുദ്ധമായ ഒരു സർക്കാരിൻ്റെ അംഗീകാരത്തോടു കൂടിയല്ലാതെ ചട്ടവിരുദ്ധമായ ഒരു നടപടിക്കും കൂട്ടു നിൽക്കില്ല, അതിന് നിൽക്കില്ല എന്നാണ് സെക്രട്ടറി ഉറപ്പ് തന്നിട്ടുള്ളത്. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മതിയായ ക്വാറം തികയാതെയാണ് ഡിവിഷനുകളിൽ വാർഡ് സഭകൾ നടത്തിയതെന്നും ചർച്ചകൾ ഇല്ലാതെയാണ് പദ്ധതികളുടെ രൂപീകരണമെന്നും നേതാക്കൾ ആരോപിച്ചു. അപാകതകൾ ഉണ്ടെങ്കിൽ പരിശോധിച്ച് തിരുത്തലുകൾ വരുത്തുമെന്ന സെക്രട്ടറിയുടെ ഉറപ്പ് ലഭിച്ചതോടെയാണ് പരാതി നൽകുവാൻ എത്തിയ നേതാക്കൾ മടങ്ങിയത്. CPM ഏരിയ കമ്മിറ്റി അംഗം T ഹരിദാസൻ, ലോക്കൽ സെക്രട്ടറിമാരായ VC ശ്രീധരൻ, ബാബു ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത്.
അതേസമയം ഭരണസമിതിക്കെതിരെയുള്ള ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്ന് ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് പറഞ്ഞു. വിശദമായ ചർച്ചകളിലൂടെയാണ് പദ്ധതി രൂപീകരണം പൂർത്തിയാക്കിയതെന്നും ഇതിനെ അകാരണമായി എതിർക്കുന്ന സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിച്ചതെന്നും വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഇത്തരം നടപടികൾ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും പത്മിനി ഗോപിനാഥ് പറഞ്ഞു. പദ്ധതി സമർപ്പിക്കുകയും ഞങ്ങൾ നിയമാനുസൃതം വാട്സപ്പ് കൂടും. ആ വാട്സപ്പ് നാളെ ബഡ്ജറ്റാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഈ വാട്സപ്പ് കൂടി അന്തിമ പദ്ധതിയിൽ കൊണ്ടുവരും. എന്നിട്ട് പദ്ധതി രണ്ട് വാട്സപ്പ് ഞങ്ങൾ ശ്രമിക്കും അവർ തരുമല്ലോ എന്ന്. എന്നിട്ട് അതിനനുസരിച്ച് നോക്കും. അവർക്ക് സമയം കൊടുക്കും. രണ്ടാൾക്ക് നോട്ടീസ് അടിച്ച് കൊടുക്കും. രണ്ടാൾക്ക് ഓഫീഷ്യൽ ലെറ്റർ കൊടുക്കും. വാട്സപ്പ് കൂടും. വാട്സപ്പ് കൂടിയിട്ട് അതും കൂടി അവരുടെ നിർദ്ദേശം കൂടി അതിൽ ചേർക്കും. ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പ് ഈ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും. പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് കഴിയും. പൂർത്തിയാക്കാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഞങ്ങൾ പരാജയപ്പെടുത്തി തന്നോളം എത്തുകയും ഇനി പൂർത്തിയാക്കുന്ന തന്നെ വിശ്വാസം. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. എപ്പോൾ ഡിക്ലെയർ ചെയ്യുന്ന നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ അതിനെ ഉപയോഗിച്ച് നാളെ തന്നെ ഡിക്ലെയർ ചെയ്ത് നമ്മൾ പിടിക്കും. നമുക്കറിയില്ലല്ലോ. ഭവന, കാർഷിക, ആരോഗ്യ മേഖലകൾക്കും ശുചിത്വത്തിനും മുൻഗണന നൽകിക്കൊണ്ട് തിരുവാലി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. 28 കോടിയിലധികം രൂപ മിച്ചം പ്രതീക്ഷിക്കുന്ന ഒരു വികസന രേഖയാണ് ഇന്ന് പഞ്ചായത്ത് ഭരണസമിതി സമർപ്പിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മുഹമ്മദ് നജീബാണ് ബജറ്റ് അവതരിപ്പിച്ചത്. തിരുവാലി ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് പുതിയ സാമ്പത്തിക വർഷത്തെ ബജറ്റ്. ഭവനം, കൃഷി, ആരോഗ്യം, ശുചിത്വം എന്നീ 4 പ്രധാന മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതികളാണ് ബജറ്റിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. 47 കോടി 8,35,234 രൂപ വരവും 18 കോടി 76,72,100 രൂപ ചെലവും 28 കോടി 31,63,134 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് നജീബ് അവതരിപ്പിച്ചത്. ഈ ഭരണസമിതിയുടെ 5 വർഷ കാലയളവിൽ ഭവനരഹിതമായ ആരും ഉണ്ടാകരുത് എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഇത്തവണ 1,58,90,000 രൂപ പാർപ്പിട പദ്ധതിക്ക് മാത്രമായി വകയിരുത്തുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ തിരുവാലി പഞ്ചായത്തിൽ തന്നെ വീടുകളില്ലാത്ത കുറേ ആളുകൾ ഇന്ന് നമ്മുടെ 19 വാർഡുകളിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അവർക്ക് വേണ്ടുന്ന ഭവനം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് പഞ്ചായത്ത് ലക്ഷ്യമായതുകൊണ്ട് തന്നെയാണ് ഭവന പദ്ധതിക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സുമാ താര്യൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സജന മന്നിയിൽ, ഇ സൗമ്യ വിനീത്, പി പ്രനീഷ് എന്നിവരും പഞ്ചായത്ത് അംഗങ്ങളും അസിസ്റ്റന്റ് സെക്രട്ടറി പി എ അബ്ദുൾ സമദ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഇസ്രായേൽ അമേരിക്കൻ സഖ്യത്തിന്റെ യുദ്ധവെറിക്കെതിരെയും ലോകസമാധാനം പുലരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വണ്ടൂരിൽ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാൻഡിൽ ലൈറ്റ് ഗ്യാതറിംഗ് സംഘടിപ്പിച്ചത്. STU മലപ്പുറം ജില്ലാ പ്രസിഡന്റ് VAK തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആറടി മണ്ണിൽ അന്തി ഉറങ്ങും, ആറടി മണ്ണിൽ യാങ്കിപ്പടയെ വെല്ലുവിളിച്ച, കയ്യും കെട്ടി കണ്ണുമടച്ച്, കയ്യും കെട്ടി കണ്ണുമടച്ച് മൗനികളായി കഴിയാതെ, മൗനികളായി ഗുണ്ടാ ട്രംപും ഇസ്രായേലും, ഗുണ്ടാ ട്രംപും ഇസ്രായേലും എത്ര ചോര കുടിച്ചാലും, എത്ര ചോര കുടിച്ചാലും പാറ്റൻ ടാങ്കും റോക്കറ്റും, പാറ്റൻ ടാങ്കും റോക്കറ്റും എത്ര ചീറിയടുത്താലും, എത്ര ചീറിയടുത്താലും പതറുകയില്ല, തകരുകയില്ല, പതറുകയില്ല, തകരുകയില്ല. ഇതിനൊക്കെ കാരണം എന്താണ് എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ബെൻസലീം എന്ന് പറയുന്ന രാജ്യത്തെ ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ 16.1% ആ നാട്ടിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് അമേരിക്കയുടെ കീഴിലാണ്, അമേരിക്കക്കൊപ്പമാണ്. അതേപോലെ തന്നെ സൗദി അറേബ്യയില് 10%-ലപ്പുറം സൗദി അറേബ്യയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പെട്രോളിയം ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന
ലോക രാജ്യത്തെ ഏറ്റവും കൂടുതൽ പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇറാനാണ്. 43% വരെ ഇറാന് കൂടി അമേരിക്കത്തിൽ കീഴടിമപ്പെട്ട് വന്നാൽ ഈ പെട്രോളിയം ഉൽപ്പന്നം പൂർണ്ണമായി അമേരിക്കക്ക് അടിമപ്പെട്ടു പോകും എന്നതുകൊണ്ട് വല്യേട്ടൻ മനോഭാവത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും വലിയവരെന്ന് അഹങ്കാരം കാണിച്ചുകൊണ്ട് അതിനു വേണ്ടിയുള്ള ഒരു കാരണവുമില്ലാത്ത ഒരു സമരത്തിനാണ് ഇപ്പോൾ ഒരു യുദ്ധത്തിനാണ് ഈ അമേരിക്ക നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. യൂത്ത് ലീഗ് വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷബീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന യുദ്ധഭീകരാന്തരീക്ഷത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വണ്ടൂർ ടൗൺ സ്ക്വയറിന് മുൻവശം പ്രതിഷേധ സംഗമം നടത്തിയത്. യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി നിസാജ് എടപ്പറ്റ മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി ടി ഷംസാലി, ഷൈജൽ എടപ്പറ്റ, എം കെ നാസർ, സി ടി കുഞ്ഞാപ്പുട്ടി, കെ ഫസൽ ഹക്ക് മാസ്റ്റർ, സി ടി ചെറി, സിറാജ് തുള്ളിശ്ശേരി, ഹനീഫ കൂരാട്, ഖാലിദ് എമങ്ങാട്, ജിഷാദ് കോക്കാടൻ, കെ ടി നൂറുൽ ഹസൻ, സി ടി പി ഉണ്ണി മൊയ്തീൻ, ഇ പി മുനീർ, ഷമീം കാവുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. യുദ്ധഭീകരതയിൽ പ്രതിഷേധിച്ച് കേരള പ്രവാസി സംഘം വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും വണ്ടൂരിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലാ സെക്രട്ടറി വി കെ റൌഫ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആ ഇറാനെ ഏകപക്ഷീയമായിക്കൊണ്ട് അടിച്ചമർത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് 165 പെൺകുട്ടികളെ, കൊച്ചു പെൺകുട്ടികളെ ഒരു എലിമെന്ററി സ്കൂളിൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് 165 പെൺകുട്ടികളാണ് ആക്രമിച്ചിട്ടുള്ളത്. ഇത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു അനീതിയാണ് നടക്കുന്നത്. ലോകത്ത് ഏത് സ്ഥലത്തും ഏത് രാജ്യത്തും കടന്നു കയറുക എന്നുള്ള വലിയൊരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ഇ പി മുഹമ്മദ് കുഞ്ഞി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി റഷീദ് ബാനു, ഭാരവാഹികളായ പി സുധീഷ്, വണ്ടൂർ ഉണ്ണി, ഒ കെ അബ്ദുള്ള, കെ അജീബ്, പി നഥറുദ്ദീൻ, സി അഫ്സൽ, മുണ്ടയിൽ മുഹമ്മദ്, അബ്ദുൽ സലാം തയ്യിൽ, ബാലചന്ദ്രൻ, ചന്ദ്രൻ വാണിയമ്പലം, ജമാൽ, രമേഷ്, യാസർ അറഫത്ത്, മുജീബ് പി എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. സാമ്രാജ്യത്വ ശക്തികളുടെ കടന്നുകയറ്റത്തിനെതിരെയും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന സംഘർഷാവസ്ഥയ്ക്കെതിരെയും ശക്തമായ മുദ്രാവാക്യങ്ങൾ റാലിയിൽ ഉയർന്നു. വണ്ടൂർ ടൗണിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ നിരവധി പ്രവാസി സംഘം പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. പ്രേക്ഷകരെ, ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് മടങ്ങിവരാം. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്.
അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വാർത്തകൾ തുടരുകയാണ്. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഹിന്ദു ഏകതാ സമ്മേളനം മാർച്ച് 8-ന് സംഘടിപ്പിക്കും. അമ്പലപ്പടിയിലാണ് ഈ സംഗമം സംഘടിപ്പിക്കുന്നത്. ഹിന്ദു സമൂഹത്തിന്റെ ഐക്യവും ശാക്തീകരണവും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഏകതാ സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. PRG ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ഏകതാ സമ്മേളനത്തിലേക്ക് വണ്ടൂർ പഞ്ചായത്തിലുള്ള എല്ലാ ഹിന്ദു വിശ്വാസികളെയും സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളായിട്ടുള്ള 20ഓളം ക്ഷേത്രങ്ങളിൽ നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യകർത്താക്കളെ അറിയിക്കുകയും അതുപോലെ മാതൃസമിതിയിൽപ്പെട്ട അംഗങ്ങളെ അറിയിക്കുകയും അതുപോലെ വിവിധ സമുദായ സംഘടനാ വക്താക്കളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സാന്നിധ്യവും സഹകരണവും ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ ഉണ്ടാവണം. ഏകദേശം 1000 പേരെങ്കിലും പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ വണ്ടൂർ പഞ്ചായത്തിലെ ഹിന്ദു ഏകതാ സമ്മേളനം വൻ വിജയമാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സമുദായ സംഘടനാ വക്താക്കളും അതോടൊപ്പം തന്നെ എല്ലാ സമിതികളും ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തോടൊപ്പം പങ്കുചേരണമെന്ന് അറിയിക്കുകയാണ്. വണ്ടൂർ പഞ്ചായത്തിലെ മുഴുവൻ ഹിന്ദു കുടുംബങ്ങളെയും ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹിന്ദു ഏകതാ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. 8-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് അമ്പലപ്പടിയിലെ PRG ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടക്കുക. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നടക്കുന്ന ഏകതാ സമ്മേളനങ്ങളുടെ ഭാഗമായാണ് വണ്ടൂരിലും പരിപാടി നടത്തുന്നത്. വൈകുന്നേരം 3 മണിക്ക് ദീപപ്രജ്വലനത്തോടെ സമ്മേളനം ആരംഭിക്കും. NSS നടുവത്ത് ശാഖാ പ്രസിഡന്റ് നാരായണൻ നായർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രതിനിധി വികാസ് നറുകര അനുഗ്രഹ പ്രഭാഷണം നടത്തും. പത്മശാലിയ സംഘം സംസ്ഥാന സെക്രട്ടറി പറക്കോട്ടിൽ നാരായണൻ, മന്യ ബിജു, ശ്രദ്ധ സുമേഷ് ഉൾപ്പെടെയുള്ള പ്രമുഖരെ ചടങ്ങിൽ ആദരിക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ NSS നടുവത്ത് ശാഖാ പ്രസിഡന്റ് VK നാരായണൻ നായർ, കേരള ക്ഷേത്ര സംരക്ഷണ സമിതി താലൂക്ക് ജോയിന്റ് സെക്രട്ടറി മനോജ് മാങ്കുന്നൽ, കൺവീനർ KM രഘു, PK വേണുഗോപാൽ എന്നിവർ സംബന്ധിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃകയാവുകയാണ് വണ്ടൂരിലെ മർച്ചന്റ് അസോസിയേഷൻ. വണ്ടൂർ താലൂക്ക് ഡയാലിസിസ് സെന്ററിനും പൂക്കോട്ടുംപാടം തണൽ ഡയാലിസിസ് സെന്ററിനുമായി ധനസമാഹരണം നടത്തുന്ന ഒരു പദ്ധതിക്കാണ് ഇപ്പോൾ മർച്ചന്റ് അസോസിയേഷൻ തുടക്കം കുറിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചു. ഡയാലിസിസ് ചികിത്സ തേടുന്ന സാധാരണക്കാരായ രോഗികൾക്ക് ആശ്വാസം പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് വണ്ടൂർ മർച്ചന്റ് അസോസിയേഷൻ പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അസോസിയേഷന് കീഴിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ ചാരിറ്റി ബോക്സുകൾ സ്ഥാപിച്ചാണ് ചികിത്സാ സഹായത്തിനായി തുക കണ്ടെത്തുന്നത്. വണ്ടൂർ താലൂക്ക് ഡയാലിസിസ് സെന്റർ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൂക്കോട്ടുംപാടം യൂണിറ്റിന്റെ കീഴിലുള്ള തണൽ ഡയാലിസിസ് സെന്റർ എന്നിവയ്ക്കായാണ് ഈ തുക കൈമാറുക. വരും ദിവസങ്ങളിൽ മർച്ചന്റ് അസോസിയേഷന് കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളിലും ബോക്സുകൾ സ്ഥാപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. നിർധനരും നിരാലംബരുമായ രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുവാൻ, കൂടാതെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൂക്കോട്ടുംപാടം യൂണിറ്റ് നടത്തുന്ന തണൽ ഡയാലിസിസ് സെൻ്ററിൻ്റെ അതും നിർധനരായ രോഗികൾക്ക് സഹായങ്ങളൊന്നും പണമൊന്നും വാങ്ങാതെ തന്നെ ഡയാലിസിസ് ചെയ്യുന്ന ഒരു സംവിധാനത്തിന് വേണ്ടി, ധനസഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ധനശേഖരണാർത്ഥം നമ്മൾ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും വണ്ടൂർ മർച്ചൻസ് അസോസിയേഷൻ്റെ മെമ്പർമാരായിട്ടുള്ള കച്ചവടക്കാരുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഒരു ചാരിറ്റി ബോക്സ് സ്ഥാപിച്ചുകൊണ്ട് ധനസമാഹരണത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ചടങ്ങിൽ അസോസിയേഷൻ സെക്രട്ടറി യൂസഫ്, ട്രഷറർ CKC മുജീബ്, വൈസ് പ്രസിഡന്റ് നജുമുദ്ദീൻ, ജോയിന്റ് സെക്രട്ടറിമാരായ ഷിഹാബ് അലൈവ്, ഫഹദ്, റാഫി എന്നിവർ പങ്കെടുത്തു. സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകിക്കൊണ്ട് പോരൂർ ഗ്രാമപഞ്ചായത്തിൽ വിപുലീകരിച്ച വനിതാ ജിംനേഷ്യം പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KK പുഷ്പവല്ലിയാണ് ജിംനേഷ്യത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇരുപത്തഞ്ച് 26 4 ലക്ഷം രൂപ ചെലവഴിച്ച് നമ്മുടെ വനിതാ ജിമ്മ് നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടിയ
ജിംനേഷ്യമാണ് ഇപ്പോൾ ഉള്ളത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. എല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിൽ രാവിലെ 6 മണി മുതൽ 9 മണി വരെയും വൈകുന്നേരം 4:30 മുതൽ 6:30 വരെയുമാണ് സമയം. 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അത്യാധുനികമായ ജിം ഉപകരണങ്ങൾ ജിംനേഷ്യത്തിനായി വാങ്ങിയത്. ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്കും വ്യായാമ സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജിംനേഷ്യം കൂടുതൽ സൗകര്യങ്ങളോടെ വിപുലീകരിച്ചതെന്ന് പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കുന്നുമൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ജുൽഫീന, കെ കാമില മോൾ, പി മുഹമ്മദ് ഷാം, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ, ICDS സൂപ്പർവൈസർ കെ ഉമൈസ് എന്നിവർ പങ്കെടുത്തു. നോക്കാം പ്രേക്ഷകരെ, പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമ്പൂർ നഗരസഭയിൽ കരട് വാർഷിക പദ്ധതി രൂപീകരണത്തെ ചൊല്ലി വിവാദം കനക്കുന്നു. കൃത്യമായ ചട്ടം പാലിക്കാതെയാണ് പദ്ധതി രൂപീകരണം നടത്തിയതെന്നാരോപിച്ച് പ്രതിപക്ഷ കൗൺസിലർമാരും CPM-ഉം രംഗത്ത്. പദ്ധതി രൂപീകരണത്തിൽ വീഴ്ച ചൂണ്ടിക്കാട്ടി നേതാക്കൾ നഗരസഭാ സെക്രട്ടറിയെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിച്ചു. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്. ഭവന, കാർഷിക, ആരോഗ്യ മേഖലകൾക്കും ശുചിത്വത്തിനും മുൻഗണന നൽകി തിരുവാലി ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചു. 28 കോടിയിലധികം രൂപ മിച്ചം പ്രതീക്ഷിക്കുന്ന വികസന രേഖയാണ് പഞ്ചായത്ത് ഭരണസമിതി അവതരിപ്പിച്ചത്. ഇസ്രായേൽ അമേരിക്കൻ സഖ്യത്തിന്റെ യുദ്ധവെറിക്കെതിരെയും ലോക സമാധാനം പുലരണമെന്നും ആവശ്യപ്പെട്ട് വണ്ടൂരിൽ പ്രതിഷേധം. യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. കേരള പ്രവാസി സംഘം വണ്ടൂർ ഏരിയ കമ്മിറ്റിയും യുദ്ധഭീകരതയ്ക്കെതിരെ പ്രതിഷേധ റാലി നടത്തി. പ്രേക്ഷകരെ, ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വിശദമായ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.